ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഒരു ടെക്നിക്കൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചാർട്ട് പാറ്റേൺ അനലൈസിങ് പഠിക്കുന്നതാണ്. ചാർട്ട് പാറ്റേൺ അനലൈസിങ് എന്ന് പറയുമ്പോൾ ഒരു പാറ്റേണിൽ നിന്ന് നെക്സ്റ്റ് പാറ്റേണിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ നിയറസ്റ്റ് സ്റ്റോപ്പ് ലോസ്, ബൈയിങ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതുപോലെ തന്നെ ടാർഗറ്റ്, എക്സിറ്റ്, അതുപോലെ തന്നെ നമ്മൾ എത്ര ടൈമിൽ ഇത് ഹോൾഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു സിംഗിൾ പേജ് ചാർട്ടിൽ ഒരു സൈഡ് വേസ് ട്രെൻഡിൽ, സൈഡ് വേസ് മൂവ്മെൻറ്റിൽ എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്പ് പാറ്റേൺസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ബിറ്റ് കോയിൻ്റെ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ബിറ്റ് കോയിൻ ഡേ ചാർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ടൈം ഫ്രെയിം വരുന്നത് 2024 ചാർട്ട്, ജാനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ഇവാലുവേഷൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് വീക്ക് പോയിന്റ് വരുന്നത് ഈ കാണുന്ന FEG പോയിന്റ്സ് കാൻഡിൽസ് ആണ്. ഓക്കെ, അവിടേക്ക് മാർക്കറ്റ് വരും. അതുപോലെ ഈ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്യാൻ, ഈ ലിക്വിഡിറ്റിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴെ വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പാറ്റേൺസ് ആണ് ഇതിനകത്ത് രൂപം കൊള്ളുന്നതെന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഏതൊക്കെ ടൈപ്പ് പാറ്റേൺസ് വരുന്നുണ്ട്, ആ പാറ്റേൺസ് എങ്ങനെയാണ് മറ്റേ അടുത്ത പാറ്റേണിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഫേക്ക് പാറ്റേൺസുകളുണ്ട്, എങ്ങനെയാണ് ഫേക്ക് പാറ്റേൺസിനെ തിരിച്ചറിയാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറാണ് വന്നിട്ടുള്ളത്. ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ വന്നിട്ടുള്ള പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫേക്ക് കപ്പ് ആൻഡ് ഹാൻഡിൽ വന്നിട്ടുണ്ട്. കപ്പ് ആൻഡ് ഹാൻഡിൽ ഫേക്ക് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡിൽ വരുന്നതിന് മുൻപ് തന്നെ ഓൾമോസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ബിയർ ട്രാപ്പാണ്. സോ ഈ ഒരു ട്രാപ്പ് വന്നാൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ പ്രോപ്പറായിട്ട് വരത്തില്ല. സോ അത് മാത്രമല്ല, കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ നെക്ക് ലൈൻ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നെക്ക് ലൈൻസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാർഗറ്റ് ഏരിയ ആണ് ശരിക്കും വരേണ്ടത്. ഇവിടുന്ന് കപ്പ് ആൻഡ് ഹാൻഡിൽ ശരിക്കും വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴെ വരെ വരണമായിരുന്നു. സോ അത് വന്നില്ല, മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്തു. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഈ കപ്പ് ആൻഡ് ഹാൻഡിലിനോട് കൂടി തന്നെ, ഇൻവെർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിലിനോട് കൂടി തന്നെ യെല്ലോ കളർ മാർക്ക് ചെയ്തേക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക. സോ അതൊരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ടാർഗറ്റ് വന്നിട്ട് ഈ പറയുന്ന ലിക്വിഡിറ്റി വരെയുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഈ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റിലാണ് ബൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ ടാർഗറ്റ് ഈ ഒരു പോയിന്റാണ് ടാർഗറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. എക്സിറ്റ് പോയിന്റ് അതാണ്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ നെക്ക് ലൈനിൻ്റെ തൊട്ട് താഴെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് കുറവും നമ്മുടെ ടാർഗറ്റ് വന്ന് നല്ല രീതിയിൽ ഹിറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. അതിൻ്റെ റിസൾട്ടിനോട് ചേർന്ന് തന്നെ അടുത്ത പാറ്റേൺ ഫോം ചെയ്യുകയാണ്. അതൊരു ട്രയാങ്കിൾ, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്. അതിനോടുകൂടി തന്നെ വേറൊരു പാറ്റേണും കൂടി വന്നിട്ടുണ്ട്, എം പാറ്റേണും കൂടി ഫോം ചെയ്യുന്നുണ്ട്. സോ എം പാറ്റേൺ ഫോം ചെയ്ത് റീട്രേസ്മെൻറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ടാർഗറ്റ് വരുന്നത് ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് എല്ലാം ക്ലിയർ ചെയ്ത് ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് താഴെ വരുന്നത്. അതിനുശേഷം ആ ഒരു പാറ്റേണിൽ തന്നെ നോക്കിക്കോ. അതിൻ്റെ റിസൾട്ടിനോട് കൂടി തന്നെ നോക്കി കഴിയുമ്പോൾ ഒരു ഇൻവെർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ അടുത്തത് ഫോം ചെയ്തു. സോ അതിൻ്റെ റിസൾട്ട് കണ്ടോ, റൈറ്റായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ആ സൈഡിലുള്ള ലിക്വിഡിറ്റി ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു പോയിന്റ് നോക്കുക. ഈ ലിക്വിഡിറ്റിനെ ഫസ്റ്റ് ഇവിടെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. സോ സെക്കൻഡ് ഇതേപോലെ താഴെ വന്നപ്പോൾ ആ സെക്കൻഡ് ലിക്വിഡിറ്റിയും കൂടി എടുത്തു കഴിഞ്ഞു. ക്ലിയർ ആയോ? ഇനി തേർഡ് ലിക്വിഡിറ്റി അടുത്തത് ഫോം ചെയ്തതിന് ശേഷമാണ് വരുന്നത്. കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കി പിന്നെയും തിരിച്ച് മേളിലേക്ക് പോയി. അതിനുശേഷം ഒരു എം പാറ്റേൺ ഫോം ചെയ്തു. ആ എം പാറ്റേൺ ഫോം ചെയ്ത് മാക്സിമം ലിക്വിഡിറ്റി ഇവിടെ വരെയുള്ളത് ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. സോ അതിനുശേഷം മാർക്കറ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോയി ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തു. ഒപ്പം അതിനോട് കൂടി ഒരു ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ പറ്റും, നെക്ക് ലൈൻ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു
ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറും കൂടി ഫോം ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് അറ്റ് എ ടൈം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേണും കൂടി വന്നിട്ടുണ്ട്, കണ്ടോ? ഫ്ലാഗ് പാറ്റേണും കൂടി വന്നിട്ടുണ്ട്. സോ ഒറ്റ ടൈം ഫ്രെയിമിൽ തന്നെ ഒരു ഡേ ചാർട്ടായാലും ശരി, വീക്ക് ചാർട്ടായാലും ശരി, ഏത് ടൈം ഫ്രെയിമിലായാലും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ ചാർട്ടുകളിലും ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. കാരണം ശരിയായ രീതിയിൽ നമ്മൾ ട്രേഡിംഗ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റും. സോ അതിന് ചാർട്ട് അനലൈസിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. ചാർട്ട് അനലൈസിങ് ചെയ്താൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മളത് സക്സസ്ഫുൾ ട്രേഡർ ആവാനും പരിശ്രമിക്കുക. സോ ഇങ്ങനെയുള്ള ചാർട്ട് അനലൈസിങ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ നല്ലതായിരിക്കും.